ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ ഇതാരാ ഇത്? ഞാനും പെട്ടെന്ന് ഞാനും പേടിച്ചു പോയി. എന്തോ ഒരു ബാക്കി പാട്ടൊന്നും അറിയില്ല, ചുമ്മാ ഇരുന്നൊക്കെ പാടുന്നതാ. അല്ലടാ അങ്ങ് പൊക്കി വെച്ചേ. ഞാൻ തന്നെയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ല, അപ്പൊ ഞാനും മേടിച്ചൊരു തൊപ്പി. തൊപ്പി സ്ഥിരമായിട്ട് വെച്ചു. ഇത് വെച്ച് കഴിയുമ്പോൾ നിനക്കൊരു സൗന്ദര്യം ഉണ്ട് കാണാൻ. ആണോ? ഇത് വെക്കുമ്പോ നിന്റെ ഫേസ് നല്ലത് ഈ അപ്പൂപ്പന്റെ മുഖംമൂടി കാണുന്നത്. അതാവുമ്പോ പിന്നെ നിന്റെ മുഖത്തുള്ള അറിയുന്നില്ല. എന്റെ മുഖം കാണാഞ്ഞിട്ട് പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, ചേട്ടാ ആ സൂര്യ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയും ചേട്ടാ. ചേട്ടാ ചേട്ടന്റെ സംസാരം കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ. സത്യം എന്റെ അടുത്തും കുറെ പേര് പറയാറുണ്ട്, സൂര്യ നീ മാത്രം സംസാരിച്ചാൽ മതി, സെബാനെ കൊണ്ട് വാ തുറപ്പിക്കരുതെന്ന്. ആ പറഞ്ഞിട്ടല്ലേ? ആ പിള്ളേരെ വിളിച്ചോണ്ടേ ആ പിള്ളേരെ വിളിച്ചോണ്ട് വന്നോളാം. ഇപ്പൊ എന്തായാലും ആ പിള്ളേരെ വിളിക്കാൻ സമയമില്ല. എന്നാലും ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് ക്രിസ്മസ് ഒക്കെയാണ്. ഞങ്ങൾ ആദ്യം ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ വൺ ടിവിയുടെയും ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പിന്നെ എല്ലാ പ്രോഗ്രാമിന്റെയും ഹാർട്ട്ലി വിഷസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് വിഷ് എല്ലാവർക്കും നേരുന്നു. എല്ലാവരും കേക്കൊക്കെ മുറിച്ച് നോമ്പൊക്കെയാണ് അല്ലേ? നോമ്പൊക്കെയാണ് എല്ലാവർക്കും. അപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് അടിച്ചു പൊളിച്ച് ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചാണ് കൂടുതൽ 2 പേർക്ക് അടിച്ചു. 2 പേർക്കൊക്കെ എടാ അടിക്കട്ടെടാ. കൊല്ലത്തിൽ ഒരു വട്ടം ക്രിസ്മസ്, ഓണം, വിഷു, അതുപോലെ ന്യൂ ഇയർ ഒക്കെ വരുന്ന എല്ലാവരും അടിച്ച് സൂപ്പറായി കൊണ്ടിട്ട് നടക്കട്ടെ. ഭംഗിണ്ടായിരുന്നു ആ വെളുത്ത മുഖം, ആ ചുവന്ന ചുണ്ടുകൾ, ആ വെളുത്ത താടി. ചുണ്ടൊക്കെ ചുമന്ന് തന്നെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ പോലെ ലിപ്സ്റ്റിക് ഒന്നിട്ടുണ്ട് ചോപ്പിക്കേണ്ട ആവശ്യമില്ല. ലിപ്സ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് അല്ലേ? അത്ര മതി. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ആരാ എന്താന്നുള്ളത്. എടാ ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന് അറിയോ? ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ എപ്പിസോഡിന് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കൊണ്ടുവരാം. നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടല്ലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ, നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് ഒരു കോയാങ്കർ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. നല്ല ഫ്രണ്ട് എന്ന നിലയിൽ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പൊ പാട്ട് പാടാനോ? നീ കൂടു. ക്രിസ്മസ് വന്നല്ലോ കേക്ക് മുറിച്ചല്ലോ. ഈ പാട്ട് പാടാൻ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞല്ലോ ഞങ്ങൾക്ക് ക്രിസ്മസിന് പാടിക്കൂടിയത്. കേക്ക് മുറിച്ചല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ കേക്ക് കഴിക്കാനായി, സന്ധ്യമയം മുമ്പേ ഉണ്ണി കേക്ക് കഴിക്കണ്ടേ, സന്ധ്യമയം മുമ്പേ ഉണ്ണി കേക്ക് കഴിക്കണ്ടേ. എന്തായാലും ഇതാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് സെബാന്റെ. അപ്പൊ ആദ്യം ഒരു പാട്ട് കുറച്ചിട്ട് ഞങ്ങൾ ഈ പാട്ട് പാടുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ടത് മൈ ഫോൺ നമ്പർ ഈസ് 5552. എന്തായാലും നമുക്ക് ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐശ്വര്യമുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ പരദൂഷണത്തിനും ആൾക്കാരെ പാര വെക്കുന്നു ഒട്ടും കുറച്ചിട്ടില്ല. ഈ ആഴ്ചയും എന്തായാലും നമുക്ക് ഗോസിപ്പ് തുടങ്ങാം. സൂര്യ എന്തിനാ നീ എന്നെ പേടിപ്പിക്കുന്നേ? പേടിപ്പിച്ചാണോ? ഞാൻ വളരെ സ്നേഹത്തോടെ സൂര്യ എന്നാണല്ലോ വിളിച്ചത്. അല്ല, നിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ കാരണം എന്നോട് ഭയങ്കര ആരാധന കൂടിയിരിക്കുന്നു സൂര്യന്റെ പാട്ടൊക്കെ. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ എന്നും ദിവസം ഒരു 5 പാട്ട് വെച്ച് വിളിച്ച് പാടിത്തരാം കേട്ടാ. ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ വൺ ടിവിന്റെ ഇതിന്റെ യൂട്യൂബിന്റെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ എന്റെ പാട്ടിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക, എങ്കിലും ഞാൻ പാടുകയുള്ളൂ കേട്ടോ. അതല്ല, ഞാനിതൊന്നും അല്ല പറഞ്ഞു വന്നത്. മോളെ സിനിമയിൽ വിളിച്ചാ ബാക്കിയുള്ള ആൾക്കാരുടെ പാട്ടിന് അവർക്ക് കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെന്ന് വെച്ചാൽ പാടാതിരുന്ന സിനിമയിലേക്ക് എന്നെ വിളിച്ച കാര്യം നീ എങ്ങനെ പറഞ്ഞു? ഞാനിത് ആരോടും പറയാതിരുന്ന, ആരോടും പറയണ്ട രഹസ്യ. എന്തായാലും ഇതൊന്നും അല്ല. നമുക്ക് വേറെ കാര്യം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പഴയ പഴഞ്ചൊല്ല് ബനാന ടോക്ക് കേട്ടിട്ടുണ്ടോ?
ആരാന്റെ അമ്മയ്ക്ക് പറയാണ്ട് ഒന്ന് കാണാൻ നല്ല രസമാണ്. ഒരു രസം ഉണ്ടാവില്ല. ഇതേ ഒരു സ്ഥിതിയാണ് നമ്മുടെ ആരെങ്കിലും വിവാഹബന്ധം. ഇപ്പം ഞാനും സൂര്യൻ തമ്മിലില്ല അതിനാന്ന് വിചാരിച്ചോളാം. അങ്ങനെയൊന്നുമില്ല ഒരിക്കലും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ അങ്ങനെ ഒന്ന് വിചാരിച്ചോളാം. അതർവൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു 1 മിനിറ്റ് പോസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ എനിക്ക് വല്ല അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ ട്രെയിനും തല വെക്കും. എന്തിനാ ട്രെയിൻ തല വെക്കുന്നത്? അവിടെ അടിക്കുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പെൺകുട്ടീനെ കുറിച്ച് പോകുന്നെങ്ങനെ കണ്ട് ഞാൻ അപ്പൊ പ്രശ്നം കൂട്ടുകാരെങ്ങനെ കണ്ട് ഞാൻ തീർന്നു. ആഹാ ഇവൻ മറ്റപ്പനെല്ലാം ഇച്ചിരി അവളെ കൊണ്ടാണല്ലോ പോകുന്നത് എന്ന് അങ്ങനെ ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും അല്ല സംഭവം. നമ്മുടെ സാനിയ മിർസയുടെ പ്രശ്നമാണ്. സാനിയ മിർസും നമ്മുടെ നായകന്റെ പേരെന്തായിരുന്നു? ഷോയിബ് മാലിക്കുമായിട്ട് സാനിയ മിർസ എനിക്ക് പാകിസ്ഥാനിൽ പോയി കിട്ടിയത് ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാവരും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലേ, അതുകൊണ്ട് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിൽ പോയി കെട്ടാന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ എന്നെ പോലത്തെ സുന്ദരന്മാരുണ്ടോ അവിടെ പോയി കിട്ടിയത് അങ്ങനെ അല്ല അങ്ങനെ വേണമെന്ന് പറയാം. സത്യം ആദ്യം വന്നു, ഇനി ബാക്കി അതിൽ പിടിച്ചാൽ മതി. ഓക്കെ അതിൽ പിടിയാ. എടാ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോയിബ് മാലിക് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ചെയ്തത് ശരിയാണോ? എന്താണ് പുള്ളിക്കാരൻ? എടാ നമ്മുടെ ഹുമൈമ മാലിക് പാകിസ്ഥാനി ഫിലിം സ്റ്റാർ, പുള്ളിക്കാരത്തിയായിട്ട് ഒരു എന്താ പാർട്ടിക്കൊക്കെ പോയി രണ്ടുപേരും അവിടെ എന്താ പറയാ. ഞാനൊരു കാര്യം ചെയ്തിട്ട് പാകിസ്ഥാനിൽ ഇങ്ങനെ തന്നെയുണ്ട്. ഓൾ പാകിസ്ഥാനീസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നുണ്ട്. അവള് സിസ്റ്റർ അയാള് സിസ്റ്ററിനെ കൂട്ടിയാ പോയത്. പ്രശ്നം തീർന്നോ? അങ്ങനെ തന്നെയാണ്. എന്ത് ഇങ്ങനെ തന്നെയാണ്. പുള്ളിന്റെ സഹോദരിയായ പുള്ളിക്കാരത്തിന്റെ പേരെന്തായിരുന്നു? ഹുമൈമ മാലിക്കിനെയും കൂട്ടി ഒരു പാർട്ടിക്ക് പോയി. ഒരു തെറ്റാണോ? തെറ്റല്ല. ഇത് കണ്ട നമ്മുടെ ഇന്ത്യക്കാരെ സാനിയ മിർസയ്ക്കും മാത്രമല്ല ചൊറിയുന്ന കുറെ സ്വഭാവമുള്ള കുറെ ആൾക്കാർക്ക് ഭയങ്കര വിഷമം. അപ്പൊ തന്നെ അടിച്ചിറങ്ങി വിവാഹം തകർന്നു. അവരുടെ ഒരു ഈദ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ സാനിയ മിർസന്റെ ഹൈദരാബാദിലുള്ള വീട്ടില് ഫാമിലിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ഷുഹൈബിന്റെ വീട്ടിൽ പോയി സെപ്പറേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അതെങ്ങനെ? അത് മോശമല്ലേ? 2 കപ്പിൾസ് ആയിട്ടിരിക്കുമ്പോൾ അവർ 2 ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ എവിടെയും പോയി സെലിബ്രേറ്റ് ചെയ്താൽ മനസ്സിലാകുന്നുണ്ടല്ലേ? പാകിസ്ഥാനിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? നിങ്ങൾ പറയൂ. ഏതെങ്കിലും കുട്ടി പോരെ? അല്ല, മുൻ ഭാര്യനെ കളഞ്ഞിട്ടാണ് സാനിയ മിർസനെ കല്യാണം കഴിച്ചത് ഷുഹൈബ്. ഷുഹൈബ് ഇവനെ കളഞ്ഞിട്ട് പോയി, അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഞാൻ ഷുഹൈബിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരെ എന്താ പറയാ ലൈഫ് ലോങ് കൊണ്ട് നടക്കുന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ പോരാ, അല്ലെങ്കിൽ കെട്ടാതെ ജീവിച്ചാൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരു പെരുമ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് അവസാനം ജീവിതാവസാനം വരെ പെരുമ്പാമ്പിനെ കഴുത്തിട്ട് നടക്കുന്നത് പാടല്ലേ? അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഓടി പിടിച്ച് ചാടി പിടിച്ച് കേട്ടാ പ്രശ്നം എന്താ? ഓക്കെ, അവർ രണ്ടുപേരും പിരിയാൻ പാടില്ല. അതല്ലേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ ഫോൺ വിളിച്ച് സാനിയോട് പറയാൻ പിരിയുന്നു കേട്ടോ. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. എന്തായാലും ഈ സംഭവം ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ചക്ക ചൂഴുന്ന പോലെ ചൂഴ്ന്നോണ്ടിരിക്കാൻ. എന്തായാലും സംഭവം അങ്ങനെ പിരിയാതിരിക്കട്ടെ. സ്നേഹബന്ധം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഈ വിഷമത്തിലും സന്തോഷത്തിലും നമുക്ക് ഒരു പാട്ട് കാണാം. പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് എന്തോ തലയിലൊരുണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവര് പാട്ട് കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഉണ്ടേലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ തലയിൽ കളിമണ്ണായിരുന്നല്ലോ, മാറിയാ? വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്റെ തലയിലുള്ള ബുദ്ധിയൊക്കെ ഞാൻ ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എനിക്കറിയാം, സ്റ്റോർ ചെയ്ത് വെച്ചു. നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കാം. എന്താ അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ, ഞാൻ പിന്നെ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ അഫ്ലൂനോട് സ്പെഷ്യൽ ഇഫക്ട്സ് ചേർക്കാൻ പറയാതില്. ആക്ച്വലി എന്താണ് കാര്യം? ഞാൻ പറയട്ടെ ടോപ്പിക്കിൽ നിന്ന് പോയി നിന്റെ അടുത്ത് ഇടയിൽ കൂടി കയറി സംസാരിച്ചിട്ട് അതിന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. സൂപ്പർ സാധനം. ട്രെയിലർ സൂപ്പർ സാധനം. നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചിരുന്ന മൂവി ജനുവരി റിലീസ് ആകാൻ വേണ്ടി പോവാണ്. ജനുവരി ഡേറ്റ് കൺഫേം ആയിട്ടില്ല. 180 കോടി രൂപേന്റെ ബിഗ് ബഡ്ജറ്റ് മൂവി. അതും ശങ്കറിന്റെ മൂവി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ബിഗ് ബഡ്ജറ്റ് ആയിരിക്കും. എന്തായാലും ആക്ഷൻ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ട്രെയിലർ ഇറങ്ങി. ഭയങ്കര വിക്രമും ആമി ജാക്സണും സുരേഷ് ഗോപി. എന്തായാലും ഷിറ്റ്മാൻ എങ്ങനെയാവും, എങ്ങനെ വില്ലനാവും മാറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിക്രത്തിന്റെ ഈ മൂവിക്ക് വേണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കുറെ നാളെ അല്ലേ? ഏകദേശം ഒരു 2 വർഷമായി. 2 വർഷമായി സിനിമ ഇങ്ങനെയൊക്കെ പടം ഷൂട്ട് തുടങ്ങുമ്പോ തൊട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ കളിമണ്ണാന്ന്. ഒരു സംശയം നിങ്ങൾ ഉറപ്പിച്ചോ? അത് തന്നെ
ചട്ടി ഞാനല്ല വിളിച്ചു പറയട്ടോ, എന്താണ് ഞാൻ വിളിച്ചു പറയും. ഞാനൊന്നും പറയുന്നില്ല, അയ്യേ അത് പറയണ്ട, പറഞ്ഞു കൊടുക്കും. അതെ. അപ്പം നമ്മള് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ മൂവി വരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു 150 കോടിയിലെ നമ്മുടെ ആമി ജാക്സൺ. എന്തായാലും അന്യന്നുള്ള മൂവിക്ക് ശേഷം ശങ്കറിന്റെയും വിക്രമിന്റെയും നെക്സ്റ്റ് മൂവി അല്ലായി. അന്യൻ ഒരു കിട്ടിയ സാധനമായിരുന്നല്ലേ. പിന്നെ എ ആർ റഹ്മാനാണ് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്ന മൂവിയിലെ. പിന്നെ തമിഴിലെ എല്ലാ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും നോക്കിയോ എ ആർ റഹ്മാനായിരിക്കും. പാട്ടൊക്കെ ഞാൻ കേട്ടടാ, രസമാണല്ലേ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾ ജനുവരിയോടെങ്കിലും നമ്മൾ മാത്രമല്ല തമിഴ് പ്രേക്ഷകരും എല്ലാവരും, ഇന്ത്യ മാത്രമല്ല ലോകം ഒന്നാകെ കണ്ണും അല്ലാതെ ഉദ്ദേശിച്ചത് കണ്ണും നട്ട് തള്ളി നോക്കുന്നത് സിനിമയാണ്. കണ്ണും നട്ട് തള്ളി നോക്കുന്നത് ഒന്നും മിണ്ടായി കൊല്ലി ഞാൻ എന്തൊക്കെയോ പറയണു. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ഗോസിപ്പോട് വൈൻഡ് ചെയ്യണം. ഗോസിപ്പ് ഓ ആട് ആട് ഞാൻ ആടൂല, നീ ആട്, എന്നിട്ട് ഞാൻ ആടാ. അങ്ങനെ ആടാനല്ല, ആട് അതല്ലേ പറഞ്ഞ ആട്. ഓ മറ്റേ ആട്. ആട്ടുംപാലം നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ആടിനെ ഇഷ്ടമാണ്, പക്ഷെ ആട്ടുംപാലൊന്നും ഇഷ്ടമില്ല. ആടിനെ കാണാനൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ കൊമ്പൊക്കെ കുലുക്കി വരുമ്പോ അതിനെ കാണാൻ പ്രത്യേക രസാ. പക്ഷെ ഞാൻ അതല്ലേ പറയാൻ വന്നേ, ഞാനേ ഇപ്പൊ ആന, പുലി, പട്ടി, കരടി ഇവരുടെയൊക്കെ സിനിമ വന്നില്ലേ, ഈ ജെന്നി വന്നു. ഇനിയിപ്പോ ആടിന്റെ വരാൻ പോത്രേ. നമ്മുടെ സാന്ദ്ര തോമസും വിജയ് ബാബുവും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൈഡേ ഫിലിംസിന്റെ പുതിയ മൂവിയാണ് ആട്. ഒരു ഭീകരജീവിയല്ല, ജയസൂര്യാണ് നായകൻ. ഇതിന് വേറെ കാര്യം എന്താ പറയുമോ, ഒരുപാട് സുന്ദരിമാരെ കൂടെ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച ജയസൂര്യ ആദ്യമായിട്ടൊരു ആടിന്റെ നായകനായിട്ട് അഭിനയിക്കുകയാണ്. ആടാണ് നായിക. എനിക്ക് കുറെ സംശയങ്ങളുണ്ട്. അല്ല എന്തായാലും ആടുമായിട്ടാണ്, ആടിന്റെ കാമുകനായിട്ടാണ് ജയസൂര്യ വരുന്നത്. ഇതെന്ന് വെച്ചാൽ അറിയണം, ഒരു കബഡി കബഡി അല്ലല്ലോ, വടംവലി മത്സരത്തെ ബേസ് ചെയ്തിട്ടാണ് വടംവലി മത്സരം നടത്തുന്നത്. ഗിഫ്റ്റ് കിട്ടുന്നത് ആടിനെയാണ്. പിന്നെ ആടിന്റെ അതിലിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. ഓം ശാന്തി ഓഷാനന്റെ സെയിം സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് മൂവിന്റെ സംവിധായകൻ. അതായത് മിഥുൻ. വേറെ കാര്യം എന്താണെന്നറിയോ, എനിക്കൊരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആട്, കരടി, പൂച്ച, പട്ടി, എലി, ഈച്ച ഇതിനെയൊക്കെ വെച്ച് പടം എടുത്തല്ലോ, ഇപ്പൊ ആടുമായി. എന്തുകൊണ്ട് സൂര്യ വെച്ച് പടം എടുക്കാതെ? ഇതാണ് എന്റെ ഒരു സംശയം. എന്തുകൊണ്ട് അടുത്തതെങ്കിലും ഞാൻ മിഥുനേട്ടനോട് പറയണം, മിഥുനേട്ട അടുത്ത സൂര്യ വെച്ചിട്ട് ഒരു പടം എടുക്കണം. ഇത്രയും ഭീകര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയും സെബാന വെച്ചിട്ട് നമുക്കൊരു, ഞാൻ പറയുന്നില്ല, ഇത്രയും ജീവികളെ വെച്ച് പടം എടുത്തപ്പോ ഇത്രയും ഒരു ഭീകര ജീവിനെ നിങ്ങൾ ആരും കണ്ടില്ലേ? ഈ നിൽക്കുന്ന കേട്ടാ തൊപ്പിയൊക്കെ വെച്ച് മിണ്ടൂല, ഇതിന് ഞാൻ നിന്നോട് ഇനി മിണ്ടൂല. ഇതെനിക്ക് കൊണ്ട് ശരിക്കും സാധാരണ നീ എന്താ ചെയ്യാറ്? നിന്നെ ചവിട്ടിക്കൂട്ടും. അതെ, അതിന് ചെയ്തപ്പോലെ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും നമുക്ക് ഈ ഒരു പടത്തിന് വേണ്ടി ആടിനെ പ്രതീക്ഷിച്ച് നമുക്ക് നിൽക്കാം. ജയസൂര്യന്റെ നായികയെ ആടിന് ഈ പടം കഴിഞ്ഞിട്ട് വേണം ആടിനെ ഇറക്കാൻ കൊടുക്കാൻ. എന്തായാലും നമുക്ക് ഈ ഒരു സന്തോഷത്തിന് എനിക്ക് ഭയങ്കര കരുണയാണ് എല്ലാത്തിനും. നമുക്ക് ഈ ഒരു സന്തോഷത്തെ നമുക്കൊരു പാട്ട് കാണാം. ആട് നായികയല്ലേ, അപ്പൊ സന്തോഷല്ലേ? സൂര്യക്കൊരു സങ്കടമുണ്ട്, ആട് വരെ നായികയായി, എന്നിട്ട് എന്നെ ഇതുവരെ കണ്ടില്ലേ? കൊമ്പും പാലില്ലെന്നേ ഉള്ളൂ, ബാക്കി ഒരു ഭീകരജീവി തന്നെയാണ്, എന്നിട്ട് പോലും അതെ ഭീകരജീവി. എന്തായാലും നമുക്ക് ഒരു പാട്ട് കണ്ടു, ഈ സന്തോഷത്തിലൊരു പാട്ട് കാണാം. പെട്ടെന്ന് തിരിച്ചു.